സ്മൂത്തായിട്ട് വണ്ടി 70 കയറി. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീണ്ടും ജാവയുടെ ഷോറൂം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജാവ 42 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് വീക്ക് ഒന്ന് ജാവ ക്ലാസിക് ടെസ്റ്റ് ചെയ്തായിരുന്നു. ആ റിവ്യൂടെ കാണാത്തവർ താണ്ട് മേളത്തിൽ ലിങ്കിൽ കയറി ആ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമ്മൾ ഇന്ന് ജാവ 42 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജാവ ക്ലാസിക്കും ജാവ 42 തമ്മിൽ വ്യത്യാസം പറയുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം ആണ്. ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നത്. ബാക്കി എൻജിൻ സ്പെസിഫിക്കേഷൻ ബാക്കി എല്ലാം സെയിം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജാവ 42 ഇന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പോകുന്ന വഴി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ജാവ 42 ആണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് ജാവ ക്ലാസിക്കിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു. എനിക്ക് ആ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വ്യത്യാസങ്ങൾ, ഇതിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടെ താന്നിട്ടാണ്, കുറച്ചുകൂടെ വൈഡാണ്. പിന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്ട്രോൺ ക്ലസ്റ്റർ വ്യത്യാസമുണ്ട്. ആ ഒരു ഇൻസ്ട്രോൺ ക്ലസ്റ്റർ അല്ല, ഇതൊരു പ്രത്യേക യൂണിറ്റായിട്ടാണ് വരുന്നത്. നമ്മുടെ ഇനീഷ്യൽ പറയുകയാണെങ്കിൽ ജാവ ക്ലാസിക് പോലെ തന്നെ ഇനീഷ്യൽ ഡെലിവറി അടിപൊളിയാണ്, പക്ക ഡെലിവറിയാണ്. ബ്രേക്ക് പറയുകയാണെങ്കിൽ ജാവ ക്ലാസിക് പോലെ തന്നെ ഫ്രണ്ട് അടിപൊളിയാണ്. ബാക്ക് ഡ്രം ബ്രേക്ക് ആയതുകൊണ്ട് ഫ്രണ്ട് പിടിക്കുമ്പം ബാക്ക് കുറച്ച് കുറവാണെന്ന് നമുക്ക് പറയാം. പെട്ടെന്നാണ് നമുക്കൊരു 60 to 80 ഒക്കെ നമുക്ക് കയറ്റാൻ പറ്റുന്നത്. വളരെ നല്ല ഒരു സെക്കൻഡ്സ് തന്നെ നമുക്ക് ഒരു 80 ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ക്ലച്ച് അത്ര ടൈറ്റും അല്ല അത്ര ലൂസും അല്ല. ഗിയർ ഷിഫ്റ്റൊക്കെ പക്കയാണ്. ഇതൊരു 6 സ്പീഡ് ഗിയർ ട്രാൻസ്മിഷനാണ്. ഗിയർ ഷിഫ്റ്റൊക്കെ കറക്റ്റ് നോർമൽ തന്നെയാണ്. നല്ല സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. സ്മൂത്തായിട്ട് വണ്ടി 70 കയറി. ടെസ്റ്റഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനത് വണ്ടി ഓടിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ജാവ ക്ലാസിക് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 5 കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്ക് അത് ബേസ് ചെയ്ത് തന്നെ നമുക്ക് തുടങ്ങാം. ജാവ ക്ലാസിക്കിൻ്റെ ടെസ്റ്റഡ് വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കയറി കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എനിക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യത്തിൽ ആദ്യത്തെ പോയിൻ്റ് ആയിരുന്നു ഇനീഷ്യൽ ഡെലിവറി എന്നുള്ളത്. ജാവ ക്ലാസിക് പോലെ തന്നെ ജാവ 42 ഇനീഷ്യൽ ഡെലിവറി അടിപൊളിയാണ്. നമുക്കൊരു 80 ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് 80 അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ 27 bhp ആണ്. പിന്നെ ടോർക്ക് വരുന്നത് 28 Nm ആണ്. പിന്നെ സെക്കൻഡ് പോയിൻ്റാണ് ഇതിൻ്റെ വൈബ്രേഷൻ കുറവെന്നുള്ളത്. നമ്മളൊരു 80-90 ഒക്കെ കയറ്റിയിട്ട് ക്ലാസിക് പോലെ തന്നെ തീരെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഹാൻഡിലാണെങ്കിലും മിററിലാണെങ്കിലും തീരെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നില്ല. മൂന്നാമത് ഇഷ്ടപ്പെട്ട പോയിൻ്റായിരുന്നു ഇതിൻ്റെ എക്സോസ് നോട്ട് എന്നുള്ളത്. എക്സോസ് നോട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതിൻ്റെ എക്സോസ് നോട്ട്. കാരണം വളരെ പഴയൊരു 2 സ്ട്രോക്ക് സൗണ്ട് വരുത്താൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 4 സ്ട്രോക്ക് എഞ്ചിനാണ്, 2 സ്ട്രോക്കിന് അത്ര നമുക്ക് സൗണ്ട് കിട്ടത്തില്ല. പക്ഷേ വളരെ പ്ലീസിങ് ആയിട്ടുള്ള നല്ലൊരു ബാസുള്ളൊരു സൗണ്ടാണ് ഇതിലുള്ളത്. ഇഷ്ടപ്പെട്ട കാര്യത്തിൽ നാലാമത്തെ പോയിൻ്റായിരുന്നു ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്നുള്ളത്. സീറ്റ് ഹൈറ്റ് ജാവ
ക്ലാസിക് പോലെ തന്നെ സെയിം സീറ്റ് ഹൈറ്റ് ആണ്. പക്ഷേ റൈഡിംഗ് പോസ്റ്റർ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം ലാസ്റ്റ്. സീറ്റ് ഹൈറ്റ് ഒരു കുറച്ച് നീളം കുറഞ്ഞവർക്കാണേലും ഇത് പക്കയാണ്. കാല് കറക്റ്റ് താഴെ മുട്ടും. ജാവ ക്ലാസിക് പോലെ തന്നെയാണ് ജാവ 42. ഇഷ്ടപ്പെട്ട കാര്യത്തിൽ 5ാമത്തെ പോയിൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഹീറ്റിംഗ് കുറവെന്നുള്ളത്. ഇത് ലിക്വിഡ് കൂൾഡ് എഞ്ചിനായതുകൊണ്ടാണ് ഇതിൻ്റെ ഹീറ്റിംഗ് പക്ക കുറവാണ്. നമുക്ക് തീരെ ഹീറ്റ് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വണ്ടി അത്രയും നേരം ആൾക്കാർ ഓടിച്ചിട്ടും ഞാൻ ഓടിച്ചു കഴിഞ്ഞ് ഞാൻ ഹീറ്റ് ചെയ്തപ്പോൾ ഹീറ്റ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു കാരണം ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണിത്. ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ വ്യത്യാസമുള്ളൊരു കാര്യമാണ് ജാവ ക്ലാസിക്കിലെ പോലെ അല്ല ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഞാൻ ജാവ ക്ലാസിക് പറഞ്ഞത് എനിക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അതിനകത്ത് ചെറിയൊരു ഇഷ്ടപ്പെടാത്ത കാര്യം. കാരണം അത് കറക്റ്റ് നമുക്ക് വിസിബിൾ അല്ല നമുക്ക് സീറ്റിംഗ് പൊസിഷൻ ഇരിക്കുമ്പോൾ. അതൊരു വ്യത്യാസമാണ്. സെപ്പറേറ്റ് യൂണിറ്റായിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഉള്ളത്. നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ കറക്റ്റ് സ്പീഡൊക്കെ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തെ നെഗറ്റീവ് ഇതിലങ്ങ് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറി. പിന്നെ ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വ്യത്യാസമുണ്ട്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അല്ല, ഇതൊരു പ്രത്യേക യൂണിറ്റായിട്ടാണ് വരുന്നത്. ജാവ ക്ലാസിക്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു ബ്രേക്കിങ്. ഫ്രണ്ട് ABS ആണ്, ബാക്ക് ഡ്രമ്മാണ്. അപ്പം ഫ്രണ്ട് ABS വിത്ത് ഡിസ്ക്കാണ്. അതുകൊണ്ട് ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്. ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് പിടിച്ചിട്ട് നമുക്ക് ബാക്ക് പിടിക്കുമ്പം കുറവായിട്ട് തോന്നുന്നുണ്ട്. അത് 42 അങ്ങനെ തന്നെയാണ്. പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു ഇതിൻ്റെ സീറ്റ് കുഷൻ എന്നുള്ളത്. സീറ്റ് കുഷൻ ജാവ ക്ലാസിക് പോലെ തന്നെയാണ് ഇതിൻ്റെ സീറ്റും ചെയ്തിരിക്കുന്നത്. എനിക്കത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. കാരണം ഒന്നാമത് സീറ്റ് ഇച്ചിരി ചെറുതാണ്. നമ്മൾ ഫ്രണ്ട് റൈഡർ ഇരുന്ന് കഴിഞ്ഞാൽ പില്ലിന് കുറച്ച് സീറ്റ് കുറവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ വീതിയും കുറച്ച് കുറവാണ്. അപ്പം എനിക്ക് സീറ്റ് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ 4ാമത്തെ പോയിൻ്റ് ആയിരുന്നു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൽ പല കാര്യങ്ങളും മിസ്സിംഗ് ആണെന്നുള്ളത്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വളരെ ബേസിക്കാണ്. നമുക്ക് ഓഡോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂവൽ മീറ്റർ ഉണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. എനിക്കിഷ്ടപ്പെടാത്ത കാര്യത്തിൽ 5ാമത്തെ പോയിൻ്റ് ആയിരുന്നു ഇതിൽ കിക്ക് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളത്. അത് കിക്ക് സ്റ്റാർട്ട് ഈ ബൈക്കുകളിൽ വെക്കാത്തതിൽ എന്തോ ഒരു ടെക്നിക്കൽ റീസൺ ഉണ്ട്. അതെനിക്കറിയത്തില്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം കിക്കറില്ല, ഈ രണ്ടും കൂടെ ഉള്ളതാണ് എനിക്ക് താല്പര്യം. കാരണം നമുക്ക് പല കണ്ടീഷനിലും ബാറ്ററി ഡൗൺ ആകുന്ന കാര്യങ്ങളുണ്ട്. അപ്പം കിക്കർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിക്കർ കൊണ്ട് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ജാവ ക്ലാസിക്കും ജാവ 14 തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. ഇതിൽ സ്പെസിഫിക്കേഷനിൽ വ്യത്യാസമൊന്നുമില്ല. വണ്ടി രണ്ടും സ്പെസിഫിക്കേഷൻ സെയിം ആണ്. ഇതിൻ്റെ ഡിസൈനാണ് മാറ്റമുള്ളത്. റൈഡിംഗ് പോസ്റ്ററിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ജാവ 42ൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടെ വൈഡുമാണ്, താന്നിട്ടുമാണ്. ജാവ ക്ലാസിക്കിൻ്റെ ഹാൻഡിൽ കുറച്ച് പൊങ്ങിയാണ്. റൈഡിംഗ് പോസ്റ്റർ നല്ല വ്യത്യാസമുണ്ട്. ബാക്കി സ്പെസിഫിക്കേഷനൊക്കെ ഇതിൻ്റെ രണ്ടും സെയിം ആണ്. ഞാൻ ജാവ 42 ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. This is Ronit Thungamballi and thanks for watching.